നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വല്ലാത്ത യാത്രയാണ് പോകാൻ പോകുന്നത്. ഒരു ശാസ്ത്രീയ യാത്ര. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ ലോകം, നമ്മുടെ സൂര്യൻ, എന്തിന് ഈ പ്രപഞ്ചം തന്നെ എങ്ങനെ അവസാനിക്കും എന്നറിയാനായിട്ടുള്ളൊരു യാത്ര. തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം. ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഇത് വെറും ഭാവനയോ കെട്ടുകഥയോ ഒന്നുമല്ല. ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി നമ്മുടെ ഭൂമിക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ ഘട്ടം അത് നമ്മുടെ സ്വന്തം വീടായ ഭൂമിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഭൂമിയുടെ അന്ത്യയാത്ര സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ എത്ര നാളെടുക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഏകദേശം 100 കോടി വർഷങ്ങൾ. അതെ, അത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ അവസാന നാളുകൾക്ക് തുടക്കമാകും. ഇതിന് പിന്നിലെ വില്ലൻ ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, നമുക്ക് ജീവൻ തരുന്ന നമ്മുടെ സ്വന്തം സൂര്യൻ തന്നെ. സൂര്യന്റെ ചൂടും വെളിച്ചവും പതിയെ പതിയെ കൂടി വരുന്നതോടെയാണ് എല്ലാത്തിനും ഒരു തുടക്കമാകുന്നത്. അപ്പോൾ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. ആദ്യം സൂര്യന്റെ വെളിച്ചം ഒരു 10% കൂടും. അത്രേ വേണ്ടൂ. നമ്മുടെ സമുദ്രങ്ങളിലെ വെള്ളം മുഴുവൻ തിളച്ചുമറിയാൻ തുടങ്ങും. ആ വെള്ളമെല്ലാം നീരാവിയായി അന്തരീക്ഷത്തിൽ നിറയും. ഇതൊരു ഭീകരമായ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകും. പിന്നെന്തുണ്ടാകും? അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ ഇല്ലാതാകും. അതോടെ ചെടികൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ പറ്റില്ല. അതായത് ഫോട്ടോസിന്തസിസ് നിൽക്കും. ഫോട്ടോസിന്തസിസ് നിന്നാൽ ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ലാതെയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മളടക്കമുള്ള സങ്കീർണമായ ജീവജാലങ്ങൾക്കൊന്നും പിന്നെ നിലനിൽപ്പില്ല. ഈയൊരു മാറ്റം എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന ഈ നീലയും പച്ചയും നിറഞ്ഞ ജീവൻ തുടിക്കുന്ന നമ്മുടെ മനോഹരമായ ലോകം ഒരു 200 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ എന്താകും? ചുട്ടുപഴുത്ത, വരണ്ടുണങ്ങിയ ഒരു തവിട്ട് നിറമുള്ള മരുഭൂമി മാത്രം. ശരാശരി ചൂട് 150 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ. ഒന്ന് ഓർത്തു നോക്കൂ, ആ മാറ്റം എത്ര ഭീകരമായിരിക്കും. പക്ഷേ പ്രശ്നം സൂര്യൻ മാത്രമല്ല. ഇതേ സമയത്തു തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രൻ. അവൻ നമ്മളെ വിട്ട് പതിയെ പതിയെ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ കുറച്ച് അകന്നുപോയാൽ എന്താ കുഴപ്പം, അല്ലേ? പക്ഷെ കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. ചന്ദ്രന്റെ ആ പിടി വിടുമ്പോഴേക്കും ഭൂമിയുടെ നിൽപ്പ് തന്നെ തെറ്റും. അതിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് അസ്ഥിരമാകും. പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയുകയേ വേണ്ട, എല്ലാം താറുമാറാകും. അതുമാത്രമല്ല, ഭൂമിയുടെ ഉള്ളിലുള്ള അകക്കാമ്പ് തണുക്കാൻ തുടങ്ങും. അതോടെ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ വികിരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആ കാന്തിക കവചം അതും ദുർബലമാകും. ശരി, അപ്പോൾ ഭൂമിയുടെ കാര്യം ഒരു തീരുമാനമായി. ഇനി നമുക്ക് ഈ നാശത്തിനെല്ലാം കാരണക്കാരനായ സൂര്യന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം. സൂര്യൻ അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക നോക്കാം. ഏകദേശം ഒരു 500 കോടി വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ ഒരു ചുവപ്പ് ഭീമൻ അഥവാ റെഡ് ജയന്റായി മാറും. എന്താണത്? വളരെ സിമ്പിളാണ്. സൂര്യൻ കത്തുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ചാണല്ലേ. ആ ഇന്ധനം തീർന്നു തുടങ്ങുമ്പോൾ സൂര്യൻ ഒരു ബലൂൺ പോലെ വീർത്ത് ഭീമാകാരമായി വികസിക്കാൻ തുടങ്ങും. അതാണ് ഈ റെഡ് ജയന്റ് അവസ്ഥ. അങ്ങനെ വീർത്തുവരുന്ന സൂര്യൻ ഒരു രാക്ഷസനെ പോലെ അതിൻ്റെ അടുത്തുള്ള ഗ്രഹങ്ങളെ ഓരോന്നായി വിഴുങ്ങാൻ തുടങ്ങും. ആദ്യം ബുധൻ, പിന്നെ ശുക്രൻ, അവസാനം നമ്മുടെ ഭൂമിയുടെ ഊഴാണ്. വികസിച്ചു വരുന്ന സൂര്യൻ ഭൂമിയെയും അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അതോടെ നമ്മുടെ ഗ്രഹത്തിന്റെ കഥയ്ക്ക് അവിടെ പൂർണ്ണവിരാമമാകും. അപ്പോൾ ഭൂമിയെയും വിഴുങ്ങി. ഇനി സൂര്യൻ എന്ത് സംഭവിക്കും? സൂര്യനും ഒരു അവസാനമില്ലേ? തീർച്ചയായുമുണ്ട്. ഒരു നക്ഷത്രം എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ റെഡ് ജയന്റ് സ്റ്റേജ് കഴിഞ്ഞാൽ സൂര്യൻ അതിന്റെ പുറത്തുള്ള പാളികളെയെല്ലാം പതിയെ ബഹിരാകാശത്തേക്ക് ഊരിയെറിയും. ഈ വാതകങ്ങളും പൊടിപടലങ്ങളും ചേർന്ന് ബഹിരാകാശത്ത് അതിമനോഹരമായ ഒരു കാഴ്ച രൂപപ്പെടും. അതിനെയാണ് ശാസ്ത്രജ്ഞർ പ്ലാനറ്ററി നെബുല എന്ന് വിളിക്കുന്നത്. ഈ നെബുലയുടെ നടുവിൽ എന്തുണ്ടാകും? സൂര്യന്റെ കാമ്പ് മാത്രം ബാക്കിയാവും. ഒരു ചുട്ടുപഴുത്ത കാമ്പ്. ഇതിനെയാണ് വെള്ളക്കുള്ളൻ അഥവാ വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആളിക്കത്തിയ ഒരു തീ കെട്ടുപോകുമ്പോൾ ബാക്കിയാവുന്നൊരു കനല് പോലെയാണിത്. കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് അത് പതിയെ പതിയെ തണുത്ത് ഇരുട്ടിലാകും. ഓക്കെ, അപ്പോൾ ഭൂമിയുടെയും സൂര്യന്റെയും കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടി വലുതായി ചിന്തിക്കാം. ഈ കാണുന്ന പ്രപഞ്ചം, കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളുമെല്ലാമുള്ള ഈ മഹാപ്രപഞ്ചം, അതിനൊരവസാനമുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ച് നിലവിലുള്ള ചില പ്രധാന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് പ്രധാനമായി 3 സാധ്യതകളാണ് ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തേത് ബിഗ് ഫ്രീസ്. പേര് പോലെ തന്നെ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ഗാലക്സികളും നക്ഷത്രങ്ങളും തമ്മിൽ അകന്നകന്നു പോയി അവസാനമെല്ലാം തണുത്തുറഞ്ഞ് ഇരുട്ടിലായി നിശ്ചലമാകും. രണ്ടാമത്തെ സാധ്യത കുറച്ചുകൂടി ഭീകരമാണ്. ബിഗ് റിപ്പ്. ഇതിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ വികാസം വേഗത കൂടിക്കൂടി അവസാനം സ്ഥലകാലത്തെ തന്നെ കീറിമുറിക്കുമെന്നാണ്.
ആറ്റങ്ങൾ വരെ ചിതറിപ്പോകും. പിന്നെ മൂന്നാമത്തെ സാധ്യത ബിഗ് ക്രഞ്ച്. ഇത് നേരെ തിരിച്ചാണ്. പ്രപഞ്ചത്തിന്റെ വികാസം ഒരു നാൾ നിൽക്കും, എന്നിട്ട് ഗ്രാവിറ്റി കാരണം എല്ലാം കൂടിച്ചേർന്ന് തുടങ്ങിയ സ്ഥലത്തേക്ക് ആ ഒരൊറ്റ ബിന്ദുവിലേക്ക് തന്നെ തിരിച്ചു ചുരുങ്ങും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലേതാണ് സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത? നിലവിലെ തെളിവുകളും കണക്കുകൂട്ടലുകളും വെച്ചു നോക്കുമ്പോൾ ഗവേഷകർ പറയുന്നത് ആദ്യത്തെ സാധ്യതയായ ബിഗ് ഫ്രീസ് സംഭവിക്കാനാണ് കൂടുതൽ ചാൻസ് എന്നാണ്. പ്രപഞ്ചത്തിന്റെ ഒരു താപമരണം എന്ന് ഇതിനെ പറയാം. പക്ഷേ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയില്ലേ? ആ ബിഗ് ക്രഞ്ച് സിദ്ധാന്തം പറഞ്ഞതുപോലെ പ്രപഞ്ചം ഒരു ബിന്ദുവിലേക്ക് തിരിച്ചു ചുരുങ്ങിയാൽ അവിടെ എല്ലാം തീരുമോ? അതോ മറ്റൊരു ബിഗ് ബാങ്ങിലൂടെ ഒരു പുതിയ പ്രപഞ്ചം വീണ്ടും ഉണ്ടാകുമോ? ഇതൊരു ചാക്രികമായ പ്രക്രിയയാണോ? തുടങ്ങി അവസാനിച്ചു, വീണ്ടും തുടങ്ങുന്നൊന്ന്. ആർക്കറിയാം, അല്ലേ? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിവെച്ച് നമുക്ക് ഇന്നത്തെ ഈ യാത്ര ഇവിടെ നിർത്താം. കേട്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.